2026 സ്വാഭാവികമായും 2025 റൗണ്ടപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ബോക്സ് ഓഫീസ് കളക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഡിസംബർ 31-ാം തീയതി രാത്രി 11:59 വരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻസ് നോക്കിയാൽ മാത്രമേ നമുക്ക് എത്ര പൈസയാണ് ഏതൊക്കെ പടങ്ങളാണ് നേടിയത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ കിട്ടുകയുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ടോപ്പ് 10 നമ്പറിലെത്തി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളൊരു കയ്യടി എടുക്കുകയാണ്. ആ കയ്യടിയുടെ ഭാഗമായിട്ട് ഏത് സിനിമയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. കാരണം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ആദ്യമായി 300 കോടി ടച്ച് ചെയ്ത മൈൽ സ്റ്റോൺ ടച്ച് ചെയ്തൊരു സിനിമയാണ് ലോക. ഒരു ഫാൻ ബേസോ ഒരു ഫാൻസ് അസോസിയേഷനോ അങ്ങനത്തെ ഒരു പരിപാടിയില്ലാതെ കണ്ടന്റ് കൊണ്ട് മാത്രം 300 കോടി. ഇപ്പോൾ ചിലപ്പം എനിക്ക് തോന്നുന്നു ഡൊമിനിക് അരുൺ പോലും ചിലപ്പോൾ നുള്ളുമായിരിക്കും 300 കോടി അടിച്ചെന്നുള്ളത്, ചുമ്മാ പറഞ്ഞത്. പക്ഷേ ആ 300 കോടി ഡിസേർവ്ഡ്. ആ 300 കോടിയും അടിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ടോപ്പ് 10-ൽ ഒരു മലയാള സിനിമ വന്നിരിക്കുന്നു. അത് 2025-ലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ബാക്കി സിനിമകൾ ഏതൊക്കെയാണ്, ലോകയുടെ പൊസിഷൻ ഏതാണ്, ഇതൊക്കെ നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം. 2025 നല്ല കമേഴ്ഷ്യൽ സിനിമകളൊക്കെ കണ്ടൊരു വർഷമാണ്. ഭയങ്കര ഹൈപ്പിൽ റിലീസാകുന്ന സിനിമകൾ 8 നിലയിൽ പരാജയപ്പെടുന്നത് കണ്ടു. ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന സിനിമകൾ ഗംഭീരമായ വിജയത്തിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെയാണ് ആ സിനിമകളുടെ ലിസ്റ്റ് എന്ന് നോക്കാം. നമുക്ക് പുറകെ നിന്ന് ആരംഭിക്കാം. 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് 294 കോടിയുമായി ഓജസ് ഗംഭീര അഥവാ ഓജി, ദേ കോൾ ഹിം ഓജി എന്ന സിനിമയുമായി പവൻ കല്യാണാണ് 10ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു പവൻ കല്യാൺ സിനിമ ടോപ്പ് 10-ൽ എത്തിയിരിക്കുന്നു. ദേ കോൾ ഹിം ഓജി ആണ് ആ സിനിമയുടെ പേര്. സുഗീതാണ് സിനിമയുടെ സംവിധായകൻ. സാഹോ എന്ന സിനിമ സംവിധാനം ചെയ്ത സുഗീതാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 294 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ നേടിയിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് ഹൗസ്ഫുൾ 5 ആണ്. 304.12 കോടി രൂപയുമായി ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിൽ നിന്ന് 5ാമത്തെ ചിത്രമായ ഹൗസ്ഫുൾ 5 തൂക്കിയെടുത്തുകൊണ്ട് പോയി. 8ാം സ്ഥാനത്താണ് നമ്മൾ പറഞ്ഞ നമ്മുടെ അഭിമാനമായ മോളിവുഡിൻ്റെ അഭിമാനമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എത്തുന്നത്. 305.17 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര നേടിയിരിക്കുന്നത്. 7ാം സ്ഥാനത്ത് മഹാവതാർ നരസിംഹയാണ്. 320.79 കോടി രൂപയുമായി മഹാവതാർ നരസിംഹ 7ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാവതാർ നരസിംഹയാണ്. ആനിമേറ്റഡ് സിനിമയാണ്, പക്ഷേ ഗംഭീരമായ തിയേറ്റർ അനുഭവമായിരുന്നു മഹാവതാർ നരസിംഹ നമുക്ക് തന്നത്. അപ്പോൾ അതിഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഹൈലി റെക്കമെൻഡഡ് സിനിമയാണ്. ഗംഭീരമായ ആ ആനിമേഷൻ വർക്കൊക്കെ നിങ്ങൾക്ക് ഗൂസ്ബംസ് അടിക്കും, അത്ര അടിപൊളി പടമാണ്. 6ാം സ്ഥാനത്ത് വലിയ ഹൈപ്പിൽ വന്നിട്ട് എന്നാൽ ബോക്സ് ഓഫീസിൽ ഒന്ന് അടി തെറ്റിയ സിനിമയാണ് വാർ 2. 371 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ വാർ 2 സ്വന്തമാക്കിയത്. ഋത്തിക് റോഷൻ, ജൂനിയർ NTRും ഒക്കെ ആയിട്ട് വലിയ ക്ലാഷ് ആയിരുന്നു ആ സിനിമ. അതായത് കൂലിയും വാർ 2ഉം റിലീസ് ചെയ്തത് ഒരേ സമയത്താണ്. ഓഗസ്റ്റ് 14-ാം തീയതി ഇന്ത്യൻ സിനിമയുടെ 2025-ലെ ഏറ്റവും വലിയ ക്ലാഷ് ആയിരുന്നു. ആ ക്ലാഷാണ് അത്. വാർ 2 ആണ്. 371.26 കോടി. അപ്പോൾ നമ്മൾ ആ കൂലിയും വാർ 2 തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും വാർ 2 6ാം സ്ഥാനത്തെങ്കിൽ 5ാം സ്ഥാനത്ത് ഏത് സിനിമയായിരിക്കും? കൂലിയായിരിക്കും. കൂലിയാണ് 5ാം സ്ഥാനത്ത്. 516.93 കോടി രൂപയാണ് കൂലി കളക്ട് ചെയ്തത്. അപ്പോൾ ക്ലാഷിൽ ആരാണ് വിജയിച്ചതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, കൂലി തന്നെയാണ് വിജയിച്ചത്. അത് നല്ല മാർജിനിൽ വിജയിച്ചിട്ടുണ്ട്. ക്ലോസ് ടു 200 ക്രോഴ്സിന് അടുപ്പിച്ച് ആ ഒരു മാർജിൻ ഉണ്ട്. ഏകദേശം 150 ക്രോഴ്സിന് മുകളിൽ ഉള്ള വിജയമാണ് എന്ന് പറയാം. 5ാം സ്ഥാനത്ത് കൂലിയാണ്. 4ാം സ്ഥാനത്താണ് ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറിയ ഒരു ബോളിവുഡ് ചിത്രം. അത് സയ്യാറയാണ്. 570.67 കോടി രൂപയാണ് സയ്യാറ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. ഇമോഷണൽ റൊമാൻറ്റിക് പടമായിട്ട് വന്ന് തിയേറ്ററുകളിലൊക്കെ അതിൻ്റെ റീലുകൾ അല്ലെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. തിയേറ്ററിലൊക്കെ ആളുകൾ കേട്ടെന്നങ്ങ് കരയുക ആ സിനിമ കണ്ടിട്ട്. ആ സിനിമ കണ്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യത്തിലൊന്നും വന്നിട്ടില്ല, എൻ്റെ കുഴപ്പമായിരിക്കും, അറിയില്ല. 3ാം സ്ഥാനത്ത് ഈ വർഷത്തിൽ 2025-ൽ എനിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ഒരു വേറൊരു ഫീൽ തന്ന ഒരു സിനിമയാണ് സംസാരിക്കുന്നത്. വിക്കി കൗശൽ പ്രധാന വേഷത്തിലെത്തിയ ഛാവ. ഛത്രപതി സാംഭാജി മഹാരാജ് എന്ന കഥാപാത്രവുമായിട്ടാണ് വിക്കി കൗശൽ എത്തിയത്. ഛാവ 827.06 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആദ്യ 2 സ്ഥാനങ്ങളാണ്. ഇപ്പോൾ തന്നെ പലരും ഗസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് 2ാമത്തെ സ്ഥാനത്തെക്കുറിച്ച് ഹൈപ്പ് ചെയ്ത് സംസാരിക്കാം. ഇതൊരു സൗത്ത് ഇന്ത്യൻ സിനിമയാണ്. വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ നായകൻ
വേറെ വലിയ സിനിമകളിലൊക്കെ നമുക്ക് കേട്ട് പരിചയമില്ല, പക്ഷേ ഈ ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ സിനിമയിലൂടെ തന്നെ ഈ മനുഷ്യരൊരു മഹാനടികനാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഒരു നായകനാണ്. ഹിസ് നെയിം ഇസ് ഋഷഭ് ഷെട്ടി. ആൻഡ് രണ്ടാം സ്ഥാനത്ത് ടോപ്പ് 10-ൽ നിൽക്കുന്നത് കാന്താര ചാപ്റ്റർ 1 ലെജൻഡാണ്. 845 കോടി രൂപയാണ് കാന്താര ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഒരുപക്ഷെ ഭയങ്കരമായ ഹിറ്റായി മാറി. ഒരുപക്ഷെ ഡിസംബർ വരെ പലരും വിധി എഴുതി കഴിഞ്ഞത് 2025-ലെ ടോപ്പ് 1 സിനിമ കാന്താരയായിരിക്കും. ബോക്സ് ഓഫീസ് കണക്കുകളിൽ സൗത്ത് ഇന്ത്യൻ സിനിമ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ധാ വരുന്നു ഡിസംബർ 5-ാം തീയതി. ഒരു അണുബോംബ് പോലെ തിയേറ്ററുകളിൽ ഈ സിനിമ വന്നു. പക്ഷെ നമ്മൾ സാധാരണ ഈ ബോംബെന്നൊക്കെ പറയുന്നത് പൊട്ടുന്ന സിനിമകൾക്കാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു തരംഗമായി. ഈ സിനിമ ഇപ്പോഴും ഒരു വലിയ തരംഗമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ പോയാൽ ട്രെൻഡിങ് ലിസ്റ്റിൽ ഈ സിനിമ കാണാം. കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമ ചിലപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിൽ ഉണ്ടാവില്ല. ഈ സിനിമ റിലീസായിട്ട് 26 ദിവസമായി. ഈ സിനിമ ട്രെൻഡിങ് ലിസ്റ്റിലുണ്ട്. ആദ്യത്തെ സിനിമ, ആദിത്യധറിൻ്റെ രണ്ടാമത്തെ സിനിമ, ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ, രൺവീർ സിംഗിൻ്റെ സിനിമ. എല്ലാവരും കാത്തിരിക്കുന്നത് ആ സിനിമയുടെ രണ്ടാം ഭാഗം ഒരു 3 മാസം കഴിഞ്ഞ് വരും. ആ സിനിമയാണ് ദുരന്തർ. 1140 കോടി രൂപ പ്ലസ് കണ്ടിന്യൂയിങ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ കണക്കാണ് 1140 കോടി രൂപയുടെ കളക്ഷനുമായിട്ട് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദുരന്തറാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു ടോപ്പ് 10 ചാർട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് പ്ലേസിൽ ദുരന്തർ, സെക്കൻഡ് പ്ലേസിൽ കാന്താര, 3-ാമത്തത് ചാവ, 4-ാമത്തത് സയ്യാറ, 5 കൂലി, 6 വാർ 2, 7 മഹാവതാർ നരസിംഹ, 8 ലോക, 9 ഹൗസ്ഫുൾ 5 ആൻഡ് 10 OG. ഇതിൽ എത്ര ബോളിവുഡ് സിനിമകളുണ്ടെന്ന് അറിയാമോ? ദുരന്തറുണ്ട്, ചാവയുണ്ട്, സയ്യാറയുണ്ട്, വാർ 2 ഉണ്ട്, ഹൗസ്ഫുൾ 5 ഉണ്ട്. ടോപ്പ് 5-ൽ 5 എണ്ണവും ബോളിവുഡ് സിനിമകളാണ്. അത് ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവായിരിക്കും. കാരണം അവർക്ക് 2-3 വർഷമായിട്ട് ഈ ബോക്സ് ഓഫീസിൽ ഇങ്ങനൊരു ആട്ടമുണ്ട്. ആ ആട്ടമൊക്കെ തിരിച്ചു പിടിച്ചൊരു വർഷം കൂടിയാണ് 2025 എന്ന് പറയേണ്ടി വരും. സോ അതാണ് 2025-ന് ഒരു മൊത്തം റൗണ്ട് അപ്പ് എന്നുള്ള രീതിയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻസിൽ നിന്നും പറയാനുള്ളത്.